നിന്റെ ലഹരി എന്താ പറ, നിങ്ങളുടെ ലഹരി എന്താ പറ. ലഹരി പറ. വോളിബോളാണ് എൻ്റെ ലഹരി. വേറെ എൻ്റെ ലഹരി എന്തൊക്കെയാ? എൻ്റെ ലഹരി വോളിബോൾ. പിന്നെ ചോറ്. പിന്നെ നമ്മൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞു കേട്ടോ, എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ ഒരു വോളിബോൾ കോർട്ടിലാണ്. ഇതുണ്ടാവും, ഇതാണ് ഈ ഒരു നാടിൻ്റെ ഹൃദയം എന്ന് പറയുന്നത്, ഈ ഒരു വോളിബോൾ കോർട്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിൽ ലഹരി ഇല്ലയെന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ ലഹരി വിരുദ്ധ പോരാട്ടത്തിലാണ്. ഇന്ന് ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. പാലക്കാട് നെഹ്റു യുവകേന്ദ്രയും അതുപോലെ എക്സൈസ് വകുപ്പും രാഷ്ട്രീയ മത സാമൂഹ്യ രംഗത്തെ ആളുകളെയെല്ലാം പങ്കെടുപ്പിച്ചാണ് ഈ ക്യാമ്പയിൻ ഞങ്ങൾ സംഘടിപ്പിച്ചുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മതസംഘടനകൾക്ക്, അതായത് ഈ SSF, SKSSF, KCYM, NSS, SNDP അങ്ങനെ ഉള്ള മതസംഘടനകൾക്കൊക്കെ ഇതിൽ ശരിക്കും മികച്ച പങ്ക് വഹിക്കാൻ കഴിയും കേട്ടോ. അവർക്കൊക്കെ യുവജനങ്ങളുമായി കൂടുതൽ അറ്റാച്ച്മെൻറ്റും ഉണ്ടാവും. പിന്നെ അടുത്ത ഒരു സംഘടന എന്ന് പറയുന്നത് ഈ ക്ലബ്ബുകളാണ്. ക്ലബ്ബുകൾക്കും ഇതിൽ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അല്ലെങ്കിൽ യുവാക്കളെ വഴി തെറ്റാതെ നേർവഴിയിൽ കൊണ്ടുപോകാൻ ഒരുപാട് നല്ല രീതിയിൽ കഴിയും എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തായാലും വിമുക്തി കോർഡിനേറ്റർ സഹീർ സാറിൻ്റെ ക്ലാസ് നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു യാത്ര ആരംഭിക്കുകയാണ് അത് കഴിഞ്ഞ ശേഷം. കൂടാതെ നമ്മളൊരു ലഹരി വിരുദ്ധ പ്രതിജ്ഞയോടെയാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന വിശ്വാസത്തിൽ നമുക്ക് തുടങ്ങല്ലേ. നമസ്കാരം. നമുക്ക് 2018 മുതൽ കേരള ജനത ഓരോ ടാസ്കുകൾ അഭിമുഖീകരിച്ചിരിക്കുകയാണ്. ആദ്യം പ്രളയം വന്നു, നമ്മൾ കേരളത്തിൻ്റെ കരുത്ത് കാട്ടി, നമ്മുടെ ഒത്തൊരുമ കാട്ടി നമ്മളതിനെ അതിജീവിച്ചു. അത് കഴിഞ്ഞ് 2020 കൊറോണ വന്നു. കൊറോണയുടെ വ്യാപനവും നമ്മൾ വളരെ നല്ല രീതിയിൽ നമുക്കത് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. നമ്മളെ രാജ്യത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ആലിബാബയുടെ സ്ഥാപകൻ പറഞ്ഞത് കൊറോണ കാലത്ത് നമ്മൾ കൊറോണ കഴിയുന്നത് വരെ ജീവിച്ചിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ആ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് നമുക്ക് ജീവിതം ഒരു പ്രശ്നമേ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. സത്യമാണ്, നമ്മളൊക്കെ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതാണ്. ക്വാറന്റൈനായിട്ടും ഒറ്റപ്പെട്ടും ജീവിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച, പീഡനങ്ങൾ അനുഭവിച്ച ജനതയായിരുന്നു. ഇന്ന് നമുക്ക് ആ ബുദ്ധിമുട്ടുകളില്ല, ആ സന്തോഷങ്ങളെല്ലാം ഹാപ്പിയാണ്. പക്ഷെ കൊറോണ കാലത്ത് നമ്മളിലേക്ക് നാം അറിയാതെ കടന്നുകൂടിയ വിപത്താണ് രാസലഹരി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി അതിനു മുന്നേ ഉണ്ടെങ്കിൽ കൂടെ രാസലഹരി ആവിർഭവിക്കുന്നത് അല്ലെങ്കിൽ അത് കൂടുതൽ വ്യാപിക്കുന്നത് കൊറോണ കാലത്താണ്. രാസലഹരിയുടെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഒരിക്കൽ രാസലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാല് മിനിമം ഒരു 48 മണിക്കൂർ അതിന്റെ ഹാങ് ഓവർ നിലനിൽക്കും. ഈ 48 മണിക്കൂർ അവൻ ഭയങ്കരമായ സന്തോഷത്തിലായിരിക്കും. സ്വർഗത്തിലാണോ അതിന്റെ അപ്പുറത്താണോ എന്ന് വരെ ചിന്തിച്ചു പോകുന്ന ആ അവസ്ഥയിലായിരിക്കും ഈ 48 മണിക്കൂർ ഈ വ്യക്തി ഉണ്ടാവുക. 48 മണിക്കൂറിൽ നമ്മുടെ സന്തോഷം കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒരു ഡോസും കൂടെ എടുക്കും. അങ്ങനെ ആ ഡോസ് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഈ മരുന്നിന്റെ വീര്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ എണീറ്റ് വരുന്നൊരവസ്ഥയുണ്ട്. ഏതുപോലെയെന്നറിയോ? നമ്മള് മരിച്ചതിന് ശേഷം ആശ്രയിൽ നമ്മൾ എണീറ്റ് വരില്ലേ, അതുപോലൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ എണീറ്റ് വരിക. കാരണം അത്രയും ആ 48 മണിക്കൂർ നമ്മൾ എന്തെന്നില്ലാത്ത സന്തോഷത്തിൽ ജീവിച്ചിട്ട് 48 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വിഷാദ രോഗം പിടിപെട്ടിരിക്കുകയാണ്. നമുക്കൊന്നിനും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ ഭക്ഷണത്തിലായാലും ശരി, നമ്മുടെ വസ്ത്രത്തിലായാലും ശരി, നമ്മുടെ വാഹനത്തിലായാലും ശരി, നമ്മളുടെ എന്ത് ഹോബിയിലാണെങ്കിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. കാരണം അവന്റെ സന്തോഷമെല്ലാം ആ 48 മണിക്കൂർ മുന്നേ അവന് വിട്ടുപോയി. തുടർന്ന് അങ്ങോട്ട് അവൻ വീണ്ടും ഇപ്പോഴുള്ള നമ്മുടെ ലഹരി ഉപയോഗിക്കുന്നതിന് മുന്നേ ഉള്ള ആ ഒരു സന്തോഷത്തിലേക്ക് എത്തണമെങ്കിൽ വീണ്ടും അവനൊരു ഡോസ് എടുക്കേണ്ടി വരും. അങ്ങനെ ഓരോ ഡോസ് ക്രമാനുഗതമായി എടുത്തെടുത്തിട്ട് അവന്റെ ശരീരം മൊത്തം നശിച്ച്, അവന്റെ മസ്തിഷ്കം നശിച്ച്, അവന് ഒന്നിനും പറ്റാത്ത ജീവിക്കുന്ന ശവമായിട്ട് അവൻ മാറും. അവന്റെ DNA ഘടന വരെ മാറിപ്പോവാമെന്നാണ് രാസലഹരിയിലെ പല ഘടകങ്ങളും ഇന്ന് ശാസ്ത്രലോകത്ത് പറയപ്പെടുന്നത്. അവന്റെ മോണയും മുടിയും എല്ലാം നഷ്ടപ്പെട്ട്, മുടി കൊഴിഞ്ഞ്, പല്ലുകൾ കൊഴിഞ്ഞ്, എല്ലാം നഖത്തിലെല്ലാം ബുദ്ധിമുട്ടുകൾ സംഭവിച്ച് ഒരു മനുഷ്യൻ എന്ന രൂപം പോലും അവനക്ക് നഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവൻ അധപ്പതിക്കും. അങ്ങനെ വരുന്ന അവൻ 5 വർഷത്തോളം അല്ലെങ്കിൽ 3 to 5 വർഷത്തിനുള്ളിൽ തുടർച്ചയായി രാസലഹരി ഉപയോഗിച്ച വ്യക്തി
അദ്ദേഹം എന്താവില്ല, മനുഷ്യനായില്ല. അദ്ദേഹം ശരിക്കും മൃഗസമാനനായിട്ടുണ്ടാവും. മൃഗത്തിന്റെ ചിന്താഗതിയായിരിക്കും. അവന്റെ ചുറ്റിലും എപ്പോഴും അവന് ഒരു ആലൂസിനേഷനിലാണ് അവൻ ജീവിക്കുക. എല്ലാ സമയത്തും അവൻ ആരോ ആക്രമിക്കാൻ വരുന്നുണ്ട്, അവനെ ആരോ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അവനെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സദാസമയവും അവൻ എന്തെങ്കിലും ഒരു മാരകായുധം കയ്യിൽ കരുതി സ്വന്തം ഉമ്മയെയും സ്വന്തം സഹോദരനെയും സ്വന്തം കൂടപ്പിറപ്പിനെയും അവൻ ആക്രമിക്കുന്നത് അവന്റെ ഈ ആലൂസിനേഷൻ കൊണ്ടാണ്. അതായത് യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള മാനസിക പക്വത അവനിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് ചുറ്റും അവനിക്കൊരു എന്താ പറയാ, ഒരു സ്വപ്നലോകമാണ്. ഈ സ്വപ്നലോകത്ത് എല്ലാവരും അവന്റെ ശത്രുക്കളാണ്. അവന് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടായില്ല. അത്രയും ഒരു മനുഷ്യൻ രാസലഹരി ഉപയോഗിച്ചിട്ട് അവന്റെ ജീവിതം നശിപ്പിച്ച് തുടർന്നങ്ങോട്ട് അവന്റെ കുടുംബം, ഇനി അവൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ കല്യാണം കഴിച്ചുണ്ടാകുന്ന കുട്ടിക്ക് പോലും ഇതുപോലെ വൈകല്യം സംഭവിക്കും. കുട്ടിയുടെ ബുദ്ധിക്ക് വൈകല്യം സംഭവിക്കും, കുട്ടിയുടെ ജനറ്റിക്കല് വൈകല്യം സംഭവിക്കും, കുട്ടിക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കും. ലഹരി പണ്ട് മുതലേ നമ്മുടെ നാട്ടിലുണ്ട് എങ്കിൽ കൂടെ രാസലഹരിയുടെ അത്രക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു ലഹരിയുമില്ല. ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ സ്വാഗതഭാഷകൻ പറഞ്ഞു, എന്നോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നിൽക്കുന്നതിൽ ആരും തന്നെ പുകവലി പോലും ഇല്ലാത്ത ആളുകളാണ് എന്ന് പറഞ്ഞു. ഇത് നിങ്ങളിൽ മാത്രം നിർത്തിയാൽ പോരാ. ഈ പുകവലി മാത്രമില്ല എന്ന സർട്ടിഫിക്കറ്റ് ഈ നാടിനുണ്ടാക്കിയെടുക്കണം, ഇവിടുത്തെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കണം. എങ്കിലാണ് നമ്മുടെ ഈ സമൂഹവും സമുദായവും രക്ഷപ്പെടുകയുള്ളൂ. പിന്നീട് രക്ഷിതാക്കളോട് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ മക്കൾ ഇന്ന് ജീവിക്കുന്നത് പുതിയ യുഗത്തിലാണ്. അതായത് 2025 മുതൽ വരുന്ന കുട്ടികളെല്ലാം ബീറ്റ ജനറേഷനാണ്. അതിന്റെ മുന്നേയുള്ള കുട്ടികൾ ആൽഫ ജനറേഷനാണ്. അതിന്റെ മുന്നേയുള്ള കുട്ടികൾ സി ജനറേഷനാണ്. എന്താണ് ഈ ജനറേഷൻ തമ്മിലുള്ള വ്യത്യാസമെന്ന് നമുക്കറിയാമോ? നമ്മൾ 1980കളിലും 70കളിലും ജീവിക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഏറെക്കുറെ നീഡ്സ് ഒരുപോലെയായിരുന്നു. നമുക്ക് അധിക പേർക്കും ബസ്സില്ലാത്ത കാലത്തൊന്നും ബസ്സിന്റെ കാലത്തിലേക്ക് വന്നു. തുടർന്ന് അങ്ങോട്ട് ലൈൻ ബസ്, തുടർന്ന് അങ്ങോട്ട് പ്രൈവറ്റ് ടാക്സി, കാറ് എന്നൊരവസ്ഥയിലേക്ക് വന്നു. അവിടെ നമ്മുടെ മാറ്റം വളരെ മന്ദഗതിയിലായിരുന്നു. ഓരോ മാറ്റവും വന്നിട്ടുണ്ട് എങ്കിൽ കൂടെ ഓരോ ജനറേഷനും വന്ന മാറ്റം വളരെ പരിമിതമായ വേഗത്തിലായിരുന്നു. പക്ഷേ ഇന്നത്തെ ജനറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വേഗത കൂടിയ ജനറേഷനാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ്, നമുക്ക് വാട്സാപ്പ് നോക്കിക്കഴിഞ്ഞാലും യൂട്യൂബ് നോക്കിക്കാനും എല്ലായിടത്തും എന്ത് വന്നിട്ടുണ്ട്? എന്ത് വന്നിട്ടുണ്ട്? വോയിസ് കേൾക്കുമ്പോ സ്പീഡ് കൂട്ടാം, അല്ലേ? ഇത്രയും കാലം വാട്സാപ്പ് ഉപയോഗിച്ചിരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പീഡിൽ കേട്ടിരുന്നത് ഇന്ന് 1.5യും 2ഉം ആക്കാം. ചില വീഡിയോസ് 4 സ്പീഡ് വരെ ആക്കാം. ഇതിനനുസരിച്ച് ഈ കുട്ടിയുടെ ബുദ്ധി ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കള് ഇവർക്ക് സങ്കല്പ ലോകത്ത് നിൽക്കുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുക. ഒരു ഉദാഹരണത്തിന്, പണ്ടുകാലത്ത് നമുക്കൊരു പുതിയ വസ്ത്രം വേണമായിരുന്നുവെങ്കിൽ നമ്മൾ കടയിൽ പോകണം, അവിടുന്ന് തുണിയെടുക്കണം. തുണിയെടുത്ത് വന്ന് തുണിക്കടയിൽ പോയി ടൈലർക്ക് കൊടുത്ത് ടൈലർ അത് സമയമെടുത്ത് അടിച്ച് ഒരാഴ്ചയെങ്കിലും പിടിക്കും നമുക്കൊരു പുതിയ വസ്ത്രം കിട്ടണമെങ്കിൽ. നമ്മൾ പുതിയ വസ്ത്രം സ്വപ്നം കണ്ടിട്ട് ആ പുതിയ വസ്ത്രം നമുക്ക് കിട്ടണമെങ്കിൽ ഒരാഴ്ച എടുക്കും. ഇന്നത്തെ സമൂഹത്തിന് അതുണ്ടോ? പുതിയ വസ്ത്രം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ പോകുന്നു, കടയിൽ പോകുന്നു, വസ്ത്രം കിട്ടുന്നു. അവിടെ എന്ത് സംഭവിക്കുകയാണ്? ഈ കുട്ടിക്ക് യാഥാർത്ഥ്യ നമുക്ക് അനുകൂലമായി കിട്ടുന്ന ഘടകവും സംഭവിച്ചാൽ കിട്ടുന്ന ഗുണവും സംഭവിക്കാതിരിക്കുമ്പോൾ വരുന്ന സങ്കടവും മനസ്സിലാക്കാനുള്ള മാനസിക പക്വത ഇന്നത്തെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പൊ ഇന്നിന്റെ രക്ഷിതാക്കൾ എന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യം അവരെ കിട്ടാവുന്ന, നമ്മുടെ കയ്യിലെല്ലാവരും മീഡിയയിൽ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, യൂട്യൂബ് ഉണ്ടല്ലോ, നമ്മൾ പഠിക്കണം എങ്ങനെയാണ് നല്ല പാരന്റിങ്. ഇന്ന് വളർന്നു വരുന്ന ഈ ന്യൂ ജനറേഷൻ AI കാലത്ത് വളർന്നു വരുന്ന മക്കളെ എങ്ങനെ നമ്മൾ പരിപാലിക്കണം എന്ന് നമ്മൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കണം. അത് നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളിലായി കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ അവർ ചിന്തിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാനെങ്കിലും പറ്റുകയുള്ളൂ. അതല്ലെങ്കിൽ ബാപ്പയും ഉമ്മയും പറയുന്നത്, അച്ഛനും അമ്മയും പറയുന്നത് ആ കുട്ടിക്ക് മനസ്സിലാവില്ല. കാരണം അച്ഛനും അമ്മയും കിടക്കുന്നത് കുറെ വർഷം പിറകോട്ടാ. ഈ കുട്ടി കിടക്കുന്നത് അഡ്വാൻസ് AI ടെക്നോളജിയുടെ കാലത്താണ്. ഉദാഹരണത്തിന്, ഞാൻ ഇതിനിടയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെന്താ ചെയ്യുക? പഴയ ജനറേഷനിലെ ആളുകൾ കടയിൽ പോകും, ഇപ്പോഴത്തെ മോഡൽ ഏതാ ചോദിക്കും. അപ്പൊ കടക്കാരൻ ഏതെങ്കിലും മോഡൽ പറയും, അത് മോഡലാന്ന് പറഞ്ഞ് എടുത്തിട്ട് വരും. അങ്ങനെയാണ് പഴയ ആളുകള്. പക്ഷെ പുതിയ ഡ്രസ്സ് എടുക്കുന്ന പറഞ്ഞപ്പോ മോള് ഗൂഗിളിൽ നോക്കുക, എന്നിട്ട് മഗ് കാണിച്ചു കൊടുക്കുകയാണ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പൊ ഈ ട്രെൻഡിനനുസരിച്ചാണ് അവർ പോയി തിരയുന്നത്. യൂട്യൂബ്, സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് അവരുടെ നീഡ്സ് അവർക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ ആ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഇല്ല. അപ്പൊ നമ്മുടെ മാതാപിതാക്കൾ എന്താക്കണം? നമ്മുടെ മക്കള് നമുക്ക് ശരിക്കും നമ്മുടെ മക്കളെ വളർത്താൻ യോഗ്യരല്ല എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അവർ ഡെവലപ്പായി വരണം.
പഠിക്കണം. ഇനിയും ഇന്നത്തെ രക്ഷിതാക്കൾ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കണം. അതല്ലാതെ നമ്മുടെ പൂർവികര് നമ്മളെ വളർത്തിയ രീതിക്ക് വളർത്തിക്കഴിഞ്ഞാൽ ഇന്നത്തെ മക്കളെ പരിപാലിക്കാൻ കഴിയില്ല. അവരുടെ നീഡ്സ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ലെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞത് ഉൾക്കൊള്ളാനും കഴിയില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപോലെ മക്കളെ പരിപാലിക്കുന്നതിനും എല്ലാം ചെയ്ത് നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് നമ്മളെ മക്കൾ കേൾക്കും. അതല്ലാതെ നമ്മൾ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും മക്കൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് മക്കൾ പോകും. മക്കൾക്ക് സ്വാധീനങ്ങൾ വേറെയുണ്ട്, വഴികൾ വേറെയുണ്ട്, കൂട്ടുകാർ വേറെയുണ്ട്. അവരാ വഴിക്ക് പോകും. മനുഷ്യനെ ഏറ്റവും കൂടുതൽ അവനെ നശിപ്പിക്കുന്നത് അവന്റെ ഒഴിവ് സമയമാണ്. ഇതുപോലുള്ള ക്ലബുകൾ ഉണ്ടാവുമ്പോൾ ഇവിടെ പല ആക്ടിവിറ്റീസും ഉണ്ടാവും. ഒഴിവ് സമയത്ത് അവർക്ക് കിട്ടില്ല. കാരണം ക്ലബിലെ പല പരിപാടികൾ ഉണ്ടാവും. അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർക്ക് മക്കളെ ഈ പറഞ്ഞ മാതിരി പാലിയേറ്റീവിന്റെയോ മറ്റുള്ള കാര്യങ്ങൾ രോഗിക്ക് കൂട്ടിരിക്കാനോ അങ്ങനെ കാര്യങ്ങളൊക്കെ ശീലിപ്പിച്ച് എപ്പോഴും അവന്റെ ഒഴിവ് സമയത്ത് യൂട്ടിലൈസ് ചെയ്തു കഴിഞ്ഞാൽ അവനക്ക് എന്തായില്ല, അവന്റെ മനസ്സിൽ പിശാചിന് സ്വാധീനം ഉണ്ടാവില്ല. പിശാചിന്റെ സ്വാധീനത്തിൽ ഇതുപോലെയുള്ള ലഹരിയിലേക്കും മറ്റിലേക്കും പോകാൻ ആ കുട്ടികൾക്ക് കഴിയുണ്ടാവില്ല. അതുപോലെ നമ്മുടെ മക്കള് ഇന്ന് വിദ്യാലയങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾക്ക് വിമുക്തിയുടെ ഭാഗമായിട്ട് പല സ്കൂളുകളിലും പോവാറുണ്ട്. അവിടെയെല്ലാം പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നാണം തോന്നുന്ന അവസ്ഥയിലാണ്. അത്രയും നമ്മളെ സമൂഹം എന്താക്കിയിട്ടുണ്ട്, മക്കൾ എന്താക്കിയിട്ടുണ്ട്, മോഡേൺ ചിന്താഗതിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ രക്ഷിതാക്കള് ഇതിനെല്ലാം അവരെ അടിയന്തരമായിട്ട് അതിലിടപെടുകയും നമ്മുടെ മക്കള് എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് അവർ മനസ്സിലാക്കണം. നമ്മുടെ മക്കള് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ ഉമ്മ ചോദിക്കണം, ഉപ്പ ചോദിക്കണം, അച്ഛൻ ചോദിക്കണം, എന്ത് നിനക്ക് ഭക്ഷണം വേണ്ട, ഓക്കെ നീ ഇന്നെന്ത് കഴിച്ചു? അറിയാലോ, നമ്മൾ മനുഷ്യരല്ലേ. നമ്മുടെ മക്കൾക്ക് വിശപ്പ് സഹിക്കാനുള്ള കപ്പാസിറ്റി എത്ര ഉണ്ട് എന്ന് നമുക്ക് അറിയണം. അപ്പൊ നമ്മളെ മക്കള് നമ്മളെ ഫുൾഫിൽ ചെയ്യാവുന്ന ഒരു ആൻസർ ആണെങ്കിൽ കുഴപ്പമില്ല. അതല്ല നമ്മുടെ മക്കള് അതിന് വേറെ എന്തെങ്കിലും ന്യായം പറഞ്ഞ് മുങ്ങുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മുടെ മക്കള് ഭക്ഷണത്തിന് പകരം വേറെ എന്തൊക്കെയോ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ചോദിക്കണം. ക്യാഷ് ചോദിക്കുന്ന സമയത്ത് ആ ക്യാഷ് എന്തിനു വേണം എന്ന് ചോദിക്കണം. ചെലവാക്കി കഴിഞ്ഞു വന്നതിനാൽ കണക്ക് ചോദിക്കണം. നീ അതിന് എത്ര ഉപയോഗിച്ചു, ബാക്കി എന്താക്കി എന്ന് ചോദിക്കണം. അതല്ല എങ്കിൽ ഈ പറയപ്പെട്ട ഇന്നത്തെ കാലത്ത് സുഖലഭ്യതയുടെയും മറ്റു ക്യാഷിന്റെയും ലഭ്യത കൂടുതലുള്ളതുകൊണ്ട് കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള സാധ്യത കൂടുതലാ. പിന്നീട് നമ്മൾ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, സങ്കടം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. മക്കളുടെ ബാഗുകള് ഇടക്കും തലക്കും മക്കൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ പരിശോധിക്കണം. വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടിക്ക് തോന്നണം, എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ബാഗ് പരിശോധിക്കും, അപ്പോൾ എൻ്റെ ബാഗിലൊന്നും പാടില്ല. അതുപോലെ കുട്ടിയുടെ വസ്ത്രം എടുക്കുന്ന സമയത്ത് പരിശോധിക്കണം. കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ആർക്കേ പറ്റുള്ളൂ? മാതാപിതാക്കൾക്കേ പറ്റുള്ളൂ. അതല്ലാതെ നാട്ടുകാർക്ക് വന്നിട്ട് എന്താക്കാൻ പറ്റില്ല. നമ്മുടെ മക്കളുടെ സ്വഭാവം നേരാക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് മാതാപിതാക്കൾ കരുതും എന്റെ കുട്ടി നല്ല കുട്ടിയാ അല്ലേ, സ്വന്തം കുട്ടിയെ കുറിച്ച് ആരും മോശം കരുതൂല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുട്ടിയിലും പല ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട്. അവന്റെ കാലഘട്ടത്തിൽ പല ദോഷങ്ങളും അവനിൽ വരാനുണ്ട് എന്ന് നമ്മൾ എന്താക്കണം, മനസ്സിലാക്കണമെന്ന് പറയുന്നു. എന്തായാലും ഈ നെഹ്റു യുവകേന്ദ്രയുടെയും ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സിന്റെയും ഇതുപോലുള്ളൊരു കൂട്ടായ്മ നല്ലൊരു കാര്യമാണ്. ഇത് എന്നും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലഹരി വിരുദ്ധ ബൈക്ക് റാലി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഫ്ലാഗ് ഹാൻഡ് ഓവറിംഗ് നടത്തുന്നതിന് വേണ്ടി ഷഹീദ് സാറെ ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കോർഡിനേറ്റർ KP ഷാഹിദ്. എന്താണ് ഇവിടെ പരിപാടി? എന്താ പറഞ്ഞ എന്താ നടക്കണം? ലഹരി ഉപയോഗിക്കില്ലല്ലോ, ഒരിക്കലും ഉപയോഗിക്കില്ലല്ലോ. സഹോദരന്മാരെ, ഇന്ന് ലോകത്ത്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ദുരന്തമായി അനുഭവിക്കുന്നത് ലഹരിയുടെ അതിപ്രസര വ്യാപനമാണ്. കള്ളൊന്നുമല്ല ഇപ്പോൾ ഏറ്റവും വലുത്, MDMA എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ലഹരി. അത് യുവാക്കളെ വളരെയധികം കാളം തിന്നുകയാണ്.
ഇന്ത്യ രാജ്യ വിപണിയിൽ ലക്ഷങ്ങളും രാജ്യാന്തര വിപണിയിൽ കോടികളും വില വരുന്ന ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം കാരണം ലോകത്തെ ആദ്യമൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കള്ളു കുടിച്ചിരുന്ന ആളുകൾ പ്രായം കൂടിയ ആളുകളായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ മാറി അത് യുവാക്കളിലേക്ക് അവിടുന്ന് വിട്ട് അത് ക്യാമ്പസുകളിലേക്ക് പടർന്നുപിടിക്കുകയാണ്. ഈ മഹാവിപത്തിനെ നമ്മൾ ഒരൊറ്റക്കെട്ടോടെ ഒരൊറ്റ മനസ്സോടെ ചെറുത്തു നിൽക്കേണ്ട സമയം അത് അതിക്രമിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന നാടിന്റെ വാഗ്ദാനങ്ങളായി മാറേണ്ട നമ്മുടെ യുവാക്കൾ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ വിദ്യാർത്ഥി സമൂഹം എല്ലാറ്റിനും ഏത് തെമ്മാടിത്തരങ്ങൾക്കും കൂട്ടുനിൽക്കാൻ ലഹരിയുടെ വ്യാപനമാണ് അതിൽ പങ്കാകുന്നത്. പരിശുദ്ധമായ ദീൻ ഇത് എത്രയോ മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത് വിരോധിച്ചതാണ്. പരിശുദ്ധമായ ഖുർആൻ, അതുപോലെ തന്നെ നബിതങ്ങളുടെ ഹദീസ് ഇതൊക്കെ പരിശോധിച്ചാൽ കാണാം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു, തീർച്ചയായും കള്ളും ചൂതാട്ടും അതെല്ലാം അത് ശൈത്താന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് കാണാം, ശൈത്താൻ നിങ്ങൾക്കിടയിൽ അവൻ പരിശ്രമിക്കുന്നത് നിങ്ങൾക്കിടയിൽ വിദ്വേഷവും ശത്രുതയും ഉണ്ടാക്കാൻ വേണ്ടി എന്നാണ്. ഈ ഇന്ന് കാണുന്ന ഈ ലഹരിയുടെ, ഇന്നത്തെ ഈ മയക്കുമരുന്നിന്റെ അത് ശരിക്ക് ആൽക്കഹോളിന്റെ പ്രൊഡക്റ്റാണ്. എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മുസ്ലിം ശാസ്ത്രജ്ഞനാണ് ആൽക്കഹോളിന് റൗലി എന്ന പേര് നൽകിക്കൊണ്ട് അത് ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്തപ്പോൾ ആൽക്കഹോളായി മാറിയതാണ്. അതിന്റെ പിന്നിൽ അത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ തമ്മാടിത്തരങ്ങൾക്കും ചെയ്യാൻ നമ്മുടെ ശരീരവും മനസ്സും അതിന് പാകപ്പെടും. ആദ്യമൊക്കെ നമ്മുടെ ഇതിന്റെ രണ്ട് ദുരന്തമാണ് ഇതിനുള്ളത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ലഹരി കൊണ്ടുള്ള വ്യാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക നേട്ടം, പണം ഉണ്ടാക്കാൻ ഏറ്റവും വലിയ മരുന്നാണ്, പണമുണ്ടാക്കാൻ ഏറ്റവും വലിയ വഴിയാണ് ഇത്. രണ്ടാമത്തത്, ഇതിന്റെ പിന്നിലുള്ളത് ഇതിന് വലിയൊരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ചെറിയ രൂപത്തിൽ കൊടുക്കും, സ്റ്റിക്കർ രൂപത്തിലൊക്കെ കൊടുക്കും, എന്നാൽ ജ്യൂസിലൂടെയോ അല്ലെങ്കിൽ ഐസ്ക്രീമിലൊക്കെ കൊടുക്കും. പക്ഷേ 1-2 താൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ കിട്ടേണ്ട സ്ഥാനത്തേക്ക് പോകും. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ, എന്റെ യുവാക്കളെ, നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനം അത് എല്ലാവർക്കും അത് അഭിനന്ദനാർഹമാണ്, അഭിനന്ദിച്ചുകൊള്ളുന്നു. പക്ഷേ ഇത് തുടർന്നു കൊണ്ടുപോകണം. അതിലെ ജാതിയെന്നോ മതമെന്നോ എന്നില്ല, ഈ സമൂഹത്തെ കാർന്നുകയാണ്. നമ്മുടെ പിഞ്ചോമന മക്കൾ കലാലയങ്ങളിലേക്ക് പോകുന്നു. ഭൗതിക കലാലയങ്ങളിലേക്ക് പോയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ഒന്നും കേരളത്തിൽ വളരെ നല്ല നിലക്ക് വാർത്തയല്ല. കാരണം പിന്നെ റോഡ് അപകടങ്ങൾ നടക്കുന്നു. കേരളത്തിലെ റോഡ് അപകടങ്ങൾ 70%, പിന്നെ സർക്കാർ പറഞ്ഞ 70% അത് മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട്, മദ്യം പിന്നെ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ചതിനാലാണ് എന്ന് പറയും. മാത്രമല്ല, കേരളത്തിൽ നടക്കുന്ന വിവാഹമോചനങ്ങൾ 60% മയക്കുമരുന്നിലൂടെയാണെന്ന് സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മഹാവിപത്തിനെ നമ്മൾ ഒരേ മനസ്സോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ നമ്മുടെ നാട്ടിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാ നിലക്കുമുള്ള അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. യാത്രാ പ്രയാണം ആരംഭിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹജനങ്ങളെ, അൽഹംദുലില്ലാഹ് വലിയ സന്തോഷത്തിലാണ് നമ്മളുള്ളത്. ഒരു നാടിന്റെ അഭിമാനമായ ഒരു യുവാക്കളെ ഹൃദയ ക്ലബിന്റെ ആഭിമുഖ്യത്തിലായി ഇത്തരമൊരു പ്രവർത്തനം നടത്തുമ്പോൾ തീർത്തും അഭിനന്ദനാർഹമാണ് എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ലഹരി നമ്മുടെ മക്കളിലേക്ക് കടന്നു കയറി എന്നുള്ള വലിയൊരു പ്രശ്നം. പ്രിയപ്പെട്ട കൂട്ടുകാർ, ലഹരി എന്നുള്ളത് കാലങ്ങൾക്ക് മുമ്പേ ഉള്ളതാണെങ്കിലും ഈ അടുത്ത കാലങ്ങൾക്കാണ് ഇത്രയും അധികം വ്യാപകമായത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കള് ഇത്തരത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നടത്തുമ്പോൾ എന്റെ ശബ്ദം ശ്രമിക്കുന്ന മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം പ്രവർത്തനങ്ങൾ
മക്കളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ അവരോടൊപ്പം നിന്നുകൊണ്ട് ഒരു നാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ലഹരികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം 2025 ജനുവരി 1 വരെ 56 ദിവസം പിന്നിട്ടപ്പോഴേക്ക് 70ഓളം കൊലപാതകങ്ങളാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിൽ നടന്നത് എങ്കിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അതിൽ 36 കൊലപാതകങ്ങളും നടന്നത് ലഹരിയുടെ പേരിലാണ് എന്ന് ഉള്ള യഥാർത്ഥം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാര, ഒരു മനുഷ്യരല്ലാതെ മൃഗത്തേക്കാൾ അധവലിക്കുന്ന രൂപത്തിലേക്ക് ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഏറ്റവും മുൻകൈയെടുക്കുന്ന ഒരു കാര്യമാണ് ലഹരി എന്ന് പറയുന്നത്. നമ്മുടെ നാട് അത് വ്യാപകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഉൾപ്പെടുത്താനുള്ളത് ഈ ഒരു ജാഗരണ പദ്ധതി കൊണ്ട്, ഈ ഒരു റാലി കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കാതെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് പൂർണ്ണമായി തുടച്ചു നീക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരെ കൂട്ടുപിടിച്ച്, മറ്റുള്ള ക്ലബ്ബുകളും മറ്റുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് തീർത്തും ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിങ്ങൾ മുന്നിട്ട് നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പദ്ധതിക്ക് മിൻഹാജ് സുന്നയുടെ എല്ലാവിധ സന്ദേശങ്ങളും അറിയിച്ചുകൊണ്ട്, ഇതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ കൂട്ടുകാർക്കും എല്ലാവിധ സന്ദേശങ്ങളും അറിയിച്ചുകൊണ്ട് നിങ്ങൾ ഈ സമരം നിർത്തരുത്, ഇനിയും തുടർന്നു പോകണം. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കൈകളിലേക്ക് ആരാണോ ഇത് എത്തിക്കുന്നത്, ഇതിന്റെ മാഫിയകൾ ആരാണെന്ന് കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഈ നാട്ടിൽ ഇതില്ലാതാക്കാൻ വേണ്ടിയാണ്. അതാണല്ലോ പണ്ടുള്ള മഹത്തുക്കൾ പറയാറുണ്ടല്ലോ, ഞാൻ നന്നായാൽ എന്റെ നാട് നന്നായി എന്നുള്ളത്. നമ്മുടെ വീട് നന്നാക്കിയാൽ നമ്മുടെ നാട് നന്നാവും. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, നമ്മുടെ മക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരാണോ ഈ നാട്ടിൽ ലഹരി മാഫിയക്ക് നേതൃത്വം നൽകുന്നത് അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ കൂട്ടുനിൽക്കണം, നിങ്ങൾ മുന്നിൽ നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ഈ യുവത്വമുള്ള ഈ തലമുറയാണ് അത് ഏറ്റവും അർഹതപ്പെട്ടത്, അത് ഏറ്റവും ചെറുകുട്ടികളായുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഉദയ ക്ലബ്ബ് ധാരാളം നല്ല നല്ല പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. പലരുടെയും വീഡിയോ സ്റ്റാറ്റസും കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങളും ഉദയ ക്ലബിന്റെ നേതൃത്വത്തിൽ നടക്കാറുണ്ട് എന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സൽക്കർമ്മം കൂടെ ചെയ്യുമ്പോൾ ഇത് തീർത്തും അഭിനന്ദനാർഹമാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലിക്ക് ആശംസ അർപ്പിച്ച് സംസാരിച്ച മുജീബ് ഹാസരിക്ക് അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. യാത്രയുടെ പ്രയാണം ആരംഭിക്കുകയാണ്. അടുത്ത സ്വീകരണ സ്ഥലമായ രാജേഷ് വാസിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ലഹരിയോട് വിട പറയാം, സമൂഹത്തിന് കൂട്ടുകൂടാം എന്ന സന്ദേശവുമായി ഉദയ ക്ലബ് നടത്തുന്ന ഈ ലഹരി വിരുദ്ധ റാലി, ലഹരി ബോധവൽക്കരണ റാലി ഈ തണൽ ക്ലബിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരെയും തണൽ ക്ലബിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഇത്തരം ക്യാമ്പയിനുകൾ ഇന്ന് കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ദോഷഫലങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ ഇതിനകം തന്നെ കിട്ടിയിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന ഈ ലഹരി വളരെ അപകടകരമായ നിലയിലാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുവരുന്നത്. ലഹരിയുടെ പേരിൽ കുട്ടികൾ വഴിതെറ്റുന്നു, അക്രമങ്ങൾ നടക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ലഹരിയാണ്. ലഹരിയുടെ അടിത്തറ നമ്മൾ മാറ്റേണ്ടതാണ്, അത് പൊളിച്ചെടുക്കേണ്ടതാണ്. അതിൻ്റെ കണ്ണികൾ നമ്മൾ അറുത്ത് മുറിച്ച് മാറ്റാം. നമ്മൾ കോവിഡ് വന്ന കാലത്ത് നമുക്കറിയാം, ബ്രേക്ക് ദ ചെയിൻ അതായിരുന്നു, ആ കണ്ണി മുറിക്കുക. അതുപോലെ ലഹരി ഒരു കണ്ണിയായിട്ടാണ് ഇത് സമൂഹത്തിൽ പടർന്നു പിടിക്കുന്നത്. ഈ കണ്ണി മുറിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. അതിന് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ സഹായകമാവട്ടെ. എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ കുട്ടികൾ വഴിതെറ്റാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് ധാരാളമുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തിന് ശേഷം നമ്മുടെ മൊബൈൽ ഉപയോഗം കുട്ടികൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലഹരി സാധനങ്ങൾ നമുക്ക് കയ്യിലെത്താൻ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതുപോലെ അതിൻ്റെ എല്ലാം ഇതുവഴിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വ്യക്തി വിചാരിച്ചാൽ ഇത് തടയാൻ നമുക്ക് കഴിയില്ല. ഒരു കൂട്ടായ ശ്രമത്തിലൂടെ മാത്രമേ ഇത് നടത്താൻ പറ്റുള്ളൂ. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ സർക്കാർ ചെയ്യുന്നുണ്ട്. അതുപോലെ ലഹരി എക്സൈസ് വകുപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, അവർ സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ണിയാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ക്ലബ്ബുകൾ, യുവജന ക്ലബ്ബുകൾ ഇതിന് നല്ലൊരു മാതൃകയാണ്. കാരണം കുട്ടികളെ ഇത്തരം ലഹരിയിലേക്ക് വീഴാതെ അവരെ
നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ശേഷികൾ, കായിക ശേഷികൾ, ഇപ്പോൾ ക്ലബ്ബുകൾ നടത്തുന്ന, ഇപ്പോൾ ഉദയയുടെ നമുക്കറിയാം ഒരുപാട് മത്സരങ്ങളിൽ അവർ വിജയികളാകുന്നുണ്ട്. അതുപോലെ അവരുടെ കായിക ശേഷികൾ നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതിനുവേണ്ടി എല്ലാവരും ഒന്നിക്കണം. ലഹരിക്കെതിരെ എല്ലാവരും പോരാടുക. ഞങ്ങളുടെ ക്ലബിന്റെ എല്ലാവിധ സഹകരണവും ഇതിലുണ്ടാവുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഉദയ ആർട്സ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ റാലിയാണ് ഇവിടെ അയ്യപ്പൻകാവ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നത്തെ ഈ സമയത്ത് ഏറ്റവും പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ലഹരി എന്ന് പറയുന്നത്. നമ്മൾക്ക് ആർക്കും പ്രത്യേകമായി പറഞ്ഞു തരണമെന്നില്ല. ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ വ്യക്തമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം. ലഹരി എന്ന് പറയുന്നത് അത് ഓരോ ആളുകളിലും പല രൂപത്തിലാണ്. കുറെ ആളുകൾ യാത്ര ചെയ്യുന്നു, പല ആളുകൾ കളിക്കുന്നു, പാടുന്നു, അങ്ങനെ വിവിധ പരിപാടികളും ഓരോ മനുഷ്യരിലും ഓരോ ലഹരിയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പാടില്ലാത്ത ലഹരികളും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. ആ ലഹരിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞത് ഈ ലഹരിക്ക് അടിമപ്പെട്ടതിൻ്റെ കാരണത്താലാണ്. അതുകൊണ്ട് തന്നെ ഇത് തുടച്ചു നീക്കുന്നതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചാൽ മാത്രമാണ് ഇതിനൊരു വിജയം കാണുകയുള്ളൂ. ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തുകൊണ്ടോ പ്രസംഗിച്ചത് കൊണ്ടോ ഒന്നും നമ്മുടെ നാട്ടിലെ ലഹരിയെ തുടച്ചു നീക്കാൻ നമ്മൾക്ക് ആർക്കും സാധിക്കുന്നതല്ല. നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യേണ്ടതാണ് ഈ ലഹരിക്കെതിരെ. നമുക്കറിയാം, ലഹരിക്കെതിരെ ക്ലാസ് എടുത്ത ഒരാളാണ് പോലീസിന്റെ പിടിയിൽ കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കപ്പെട്ടത്. ആ ഒരു അവസ്ഥ നമ്മുടെ കൂട്ടത്തിൽ ആർക്കുമില്ല. നല്ല വഷളാക്കരുത് ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ. അങ്ങനെ ഒരാളും നമ്മുടെ നാട്ടിലുമില്ല, വെളിയട്ടയിലുമില്ല, ഈ പ്രദേശത്തുമില്ല, നമുക്കറിയാം. എന്നിരുന്നാലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇതിന് ഉത്തരം പറയേണ്ടത് നമ്മുടെ രക്ഷിതാക്കൾ തന്നെയാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ ആ പഠനത്തിന്റെ സമയത്തെ സംബന്ധിച്ചും കുട്ടി എപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിനെ സംബന്ധിച്ചും എല്ലാം നമുക്കറിയാം. ഒരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ മക്കളെ കേടുവരുത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു പക്ഷേ നാളെ ഞാൻ ഒരു കുട്ടിയെ ഒരു ലഹരിയുമായി കണ്ടാൽ അത് നമ്മുടെ രക്ഷിതാവിനോട് പറഞ്ഞാൽ ആ രക്ഷിതാവ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നതും വെറുക്കുന്നതും ഈ പറഞ്ഞ ആളിനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ വീട്ടിലുള്ള രക്ഷിതാക്കളുടെ കുട്ടികളെ വളർത്തുന്ന രീതിയെ സംബന്ധിച്ച് തന്നെയാണ് മാറ്റം വരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉദയ വലിയട്ട സംഘടിപ്പിച്ച ഈ ലഹരി വിരുദ്ധ റാലി വളരെ വിജയകരമായി അവസാനിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനിയും തുടർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, കാരാകുറിശി ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ ഒരു പദ്ധതി തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. സേവ് കാരാകുറിശി എന്നുള്ള ഒരു പദ്ധതി കാരാകുറിശി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 2 വർഷങ്ങളായി അതിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന യാത്രകളാണെങ്കിലും പരിപാടികളിലാണെങ്കിലും ആ പദ്ധതിയോടൊപ്പം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പദ്ധതിയെ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും കൂടെ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചത് വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു. കാരാകുറിശി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഇതുകൊണ്ട് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് ലഹരിയെ തടയാൻ ഒരാൾക്ക് സാധ്യമല്ല, ഒരു കൂട്ടം ഒരു സമൂഹത്തിന് ഒന്നടങ്കം മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിൽ ഓരോ ജനപ്രതിനിധികള്, പള്ളി കമ്മിറ്റികള്, അമ്പല കമ്മിറ്റികള്, ഓരോ കുടുംബാംഗങ്ങള്, രക്ഷിതാക്കള്, വിവിധ സംഘടനകള് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്. നെഹ്റു യുവകേന്ദ്രയുടെ പ്രതിനിധി മുഹമ്മദ് സമീർ ആന്റി ഡ്രഗ് ക്യാമ്പയിൻ നമ്മുടെ ക്ലബിൽ ഇത്രയും ജനപങ്കാളിത്തത്തോടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു, കാലാവസ്ഥ പ്രതികൂലമാണ്. ഇവിടെ നിൽക്കുന്നവർക്ക് ഇനി അതിന്റെ അവസാന പ്രക്രിയ എന്നുള്ളത് പ്രതിജ്ഞയാണ്. പ്രതിജ്ഞ ചെല്ലുന്നതിന് വേണ്ടി എല്ലാവരും ലൈനായി നിൽക്കുക. പുകയിലെ ഉൽപ്പന്നങ്ങളും മാരക വസ്തുക്കളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ജീവിതത്തിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ പുകയിലെ ഉൽപ്പന്നങ്ങൾക്കോ യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കുകയില്ലെന്ന് ഇന്ന് ഇവിടെ വെച്ച് എന്റെ സ്വന്തം മനസാക്ഷിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക്സ്. ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നല്ലവരായ പ്രവർത്തകർ, അതുപോലെ ലെജൻസ് ക്ലബിന്റെ പ്രവർത്തകർ ഉടനീളം ഒരുപാട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഇതുവരെയും നമ്മളോടൊപ്പം ഉണ്ട്. ലെജൻസ് ക്ലബിന്റെ പ്രതിനിധികൾ, അത് വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നിൽക്കുന്ന എല്ലാവരുടെയും ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങി